our little kids to come here. Visual treats. Here is coming a great peak performance with Smiles Dance from LKG. Let's welcome them with great cheer and applause. Our little birds, KG students. ആദ്യത്തെ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയതും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തതും അതുപോലെ എക്സാമിനുകൾ നടത്തിയതും. ഈ എക്സാമിനേഷൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ ആനുവൽ ഡേ വളരെ ഗംഭീരമായിട്ട് ഈ പല്ലാരിമംഗലം പഞ്ചായത്തിലും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള പഞ്ചായത്തുകളിലും ഇർഷാദിയയുടെ ആനുവൽ ഡേ സ്വാഭാവികമായിട്ടും ഒരു ആഘോഷമാവുമായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ ഈ ഒരു 1-2 വർഷമായിട്ട് നമ്മൾക്കതിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ ഒരു ക്ലോസിംഗ് സെറിമണി പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾക്ക് ഒന്ന് റിലീവ് ചെയ്തപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഇനി ഒരു ആനുവൽ ഡേ അവർ LKG UK 2 വർഷം പഠിച്ച് ഇനി അടുത്ത 1-ാം ക്ലാസ്സിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊരു മോട്ടിവേഷൻ, ഞങ്ങളിനി LKG-ക്കാരൊന്നുമല്ല, ഞങ്ങൾ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസിനായി ഇനി പഴയതിനേക്കാൾ ഗൗരവത്തോടെ പഠിക്കണം, ആടണം, പാടണം, വളരണം, അനുസരിക്കണം എന്ന ഒരു പുതിയ ചിന്തയിലേക്ക്, പുതിയ മാനത്തിലേക്ക് അവർ കൊണ്ടുവരലാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാജുവേഷൻ്റെ ഉദ്ദേശം. ഏകദേശം 10.5 ലക്ഷത്തോളം രൂപ ബസ്സുകൾ മാത്രം ഇറക്കുന്നതിന് വേണ്ടി അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഇൻഷുറൻസും ടാക്സും എല്ലാം കൂടി അത്രയ്ക്ക് വലിയ പൈസയായി. അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ബസ്സും സെറ്റപ്പാക്കി നവംബർ 1 മുതൽ തന്നെ കേരള പിറവിയുടെ ദിവസം എല്ലാ കുട്ടികളെയും സ്കൂളിൽ നിന്നും ബസ് അയച്ച് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാം തന്നെ നമ്മളെപ്പോഴും ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ടൊക്കെ മെഡിസിന് പോവുക, എഞ്ചിനീയർ ആകുക, പിന്നെ അങ്ങനത്തെ കുറേ പ്രൊഫഷൻ മാത്രം വിചാരിച്ചത്. ഇപ്പം അതൊക്കെ പോയി. ഇന്ന് ലോകത്തെ വൻകിട കമ്പനികൾ, ലോകത്തെ 10 വൻകിട കമ്പനികൾ, അതായത് ഗൂഗിൾ ഉൾപ്പെടെയുള്ള ഗൂഗിളും ആപ്പിളും ടെസ്ലയും തുടങ്ങിയുള്ള ലോകത്തെ 10 വൻകിട കമ്പനികൾ, അവരൊക്കെ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികൾ, അവരുടെ ഉദ്യോഗാർത്ഥികൾക്ക്, ജോലിക്കാർക്ക് എത്ര ഡിഗ്രി ഉണ്ട്, എത്ര PhD ഉണ്ട്, എത്ര PG ഉണ്ട്, ഇതൊന്നും ആരും നോക്കാൻ പോകുന്നില്ല. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് +2 ആയി കണക്കാക്കി ലോകത്ത് ഇന്ന്. ബേസിക് എഡ്യൂക്കേഷൻ +2 ആണ്. +2 കഴിഞ്ഞാൽ പിന്നെ അവന് പ്രൊഫഷണലായിട്ട് എന്ത് കഴിവുണ്ടെന്ന് നോക്കുക. കടലാസ് പോലെ പ്രശ്നമല്ല, പ്രൊഫഷണലായിട്ട് അവൻ എന്ത് കഴിവുണ്ട്, അവൻ്റെ സ്കില്ലുകൾ എന്തുണ്ട്, അവൻ്റെ സ്കിൽ എന്താണ്, അവൻ്റെ എഫിഷ്യൻസി എന്താണ്, ഇതാണ് മാനദണ്ഡമാക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഇന്നത്തെ മുതലാളി എന്ന് പറയുന്നത് ടെസ്ലയുടെ CEO എലോൺ മസ്കാണ്. എലോൺ മസ്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെസ്ലയുടെ ഫൗണ്ടറുമാണ്, അയാൾ CEOയുമാണ്. ഒരു നല്ലൊരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഏറ്റവും വലിയൊരു മാർഗമാണ് സ്വിമ്മിങ്. അത് പ്രവാചകൻ പിന്നെ പറയുകയുണ്ടായി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അല്ലിമോ സിബിയാനക്കുള്ള സബാഹത്ത, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിന്നെ നീന്തൽ പഠിപ്പിക്കണം എന്ന് പറയുകയുണ്ടായി. നീന്തൽ പഠിക്കുന്ന സുന്നത്താണ്, പ്രവാചക ശരീരപ്പെട്ടതാണ്. അതുപോലെ ഹോഴ്സ് റൈഡിങ്, ഞാനിപ്പോൾ ഒരു ഹോഴ്സിനെ തൽക്കാലം ഇവിടെ കൊണ്ടുവന്ന് കുറേ കുട്ടികളെല്ലാം കയറി ഹോഴ്സ് റൈഡിങ് എന്ന് പറയുന്നത് മനുഷ്യൻ ആത്മധൈര്യമുണ്ടാക്കുന്ന, അവൻ്റെ പേടിയൊക്കെ മാറി അവന് ഈ സംതിങ് ഞാൻ തലക്കെട്ടില്ല, അല്ലെങ്കിൽ കുറെ കഴിവുണ്ട് എന്ന് അവന് സ്വയം ബോധ്യപ്പെടാനും ആത്മധൈര്യമുണ്ടായി ഏത് പ്രതിസന്ധികളെയും അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നേറാൻ ഉണ്ടാകുന്ന ഒരു വലിയ ശക്തി നൽകുന്ന, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് നൽകുന്ന ഒന്നാണ് ഹോഴ്സ് റൈഡിങ്. ഖുർആനിൽ അതിന്റെ
പിന്നെ ഹോഴ്സ് റൈഡിങ്ങിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ഹോഴ്സ് റൈഡിങ്, സ്വിമ്മിങ് ഉൾപ്പെടെയുള്ള പുതിയ പുതിയ പരിപാടികളും ക്രിയാത്മകമായ കുറേ കാര്യങ്ങളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ അധ്യയനോത്സവം തുടരുകയാണ്. ഈ വർഷം ശരിക്കും പറഞ്ഞാൽ സ്കൂൾ അത് ക്ലോസ് ചെയ്യുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് സാഹിബ് അവറുകൾ, അതേപോലെ നമ്മുടെ ഖദീജ മുഹമ്മദ്, പിന്നെ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ മെമ്പർ മുഹമ്മദ് എ പി മുഹമ്മദ്, അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിസാമുൽ യൂസുഫ്, അതേപോലെ നമ്മുടെ വാർഡ് മെമ്പർ സീനത്ത് മേജി, പിന്നെ നമ്മുടെ അയൽവാസിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ രമണ ഉൾപ്പെടെയുള്ള എല്ലാവരും നേരത്തെ കാലത്തെത്തി. അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അവരെന്നും നിഷാദിൻ്റെ കൂട്ടത്തിൽ നിഷാദ് വളർച്ചയിൽ അതിൻ്റെ പ്രയാണത്തിൽ ഒപ്പം കൈപിടിച്ച് ഒപ്പം നടക്കുന്നവരാണ്. കൂടെ എല്ലാ താങ്ങുന്നവരുമായി നിൽക്കുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നു. വാക്കുകൾ ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 2015 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുപ്പെട്ട കാലം മുതൽ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും എന്നെ ക്ഷണിക്കുകയും ഞാൻ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2020 ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ഇവിടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നിങ്ങളെ കാണുവാനും കുറച്ചു നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ അവസരം ലഭിച്ചു. ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴുമെല്ലാം ഈ ഇർഷാദിയ പബ്ലിക് സ്കൂളിൻ്റെ കവാടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യമനുസരിച്ച് തുറന്നിട്ട് തരുവാൻ തയ്യാറാവുകയും എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്ത ഇർഷാദിയ പബ്ലിക് സ്കൂളിൻ്റെ ഏറെ ബഹുമാന്യനായ ആദരണീയനായ ചെയർമാൻ സെയ്ദ് മുഹമ്മദ് ഖാസിമി, ഇർഷാദിയ കുടുംബം എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുവാൻ, സല്യൂട്ട് അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൻ്റെ അസ്തമന സൂര്യൻ പകലിൻ്റെ ശവസംസ്കാരത്തിന് ഒരുങ്ങുമ്പോൾ അസ്തമന സൂര്യൻ്റെ വർണ്ണകിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുന്ന മേഘപാളികളുടെ പ്രതിബിംബമായി ഇർഷാദിയ പബ്ലിക് സ്കൂളും ഇവിടുത്തെ കുട്ടികളും വിളങ്ങട്ടെ തിളങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ഏകദേശം ഒരു 2 വർഷത്തിന് അപ്പുറമായിരിക്കും ഇങ്ങനെ ഒരു കൂടിച്ചേരൽ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഏതായാലും നമുക്കെല്ലാവർക്കും സന്തോഷം തോന്നുന്ന കൊച്ചുമക്കളുടെ കുഞ്ഞുങ്ങളുടെ കായിക പ്രകടനങ്ങൾ, അതുപോലെ മറ്റ് പഠന പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവുകളെല്ലാം നമ്മളിന്നിവിടെ കാണുകയാണ്. അതുപോലെ അമ്മമാരുടെ ഒരു കോപ്പറേഷനും എല്ലാം നമ്മളിന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും ഇങ്ങനെയുള്ള ഓരോ ചടങ്ങുകളും വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് വിവിധങ്ങളായ മാനസിക, ശാരീരിക, ഭൗതിക എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്ക് ഉതകുന്നതാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുപാട് അതിൻ്റെ സംഘാടകർ കഷ്ടപ്പെടുന്നത്. ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അത് സംഘടിപ്പിക്കാൻ അതിൻ്റെ സംഘാടകർ എത്രമാത്രം പാടുപെടുമെന്നുള്ളത് ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഞങ്ങൾക്കും അറിയാം. ഇത്രയും കുട്ടികളുടെ മാതാപിതാക്കളെ ഇവിടെ സംഘടിപ്പിക്കാനും അതോടൊപ്പം ഇങ്ങനെ ഒരു പൊതു ചടങ്ങായി ഇത് മാറ്റുന്നതിനും ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടുത്തെ അധ്യാപക, അനധ്യാപക സുഹൃത്തുക്കൾക്ക്, അതുപോലെ നമ്മുടെ ഈ ചെയർമാന്, അതിന് നിങ്ങളെല്ലാവരും കാണിച്ച ഈ ഒരു സഹകരണത്തിന് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ
നമുക്കുണ്ടായിരുന്നില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട ക്ലാസ് റൂമുകളും വിജനമായ സ്കൂൾ ഗ്രൗണ്ടുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷെ ഇന്ന് മനസ്സ് നിറയെ സന്തോഷമുള്ള ഒരവസ്ഥയാണ്. നമ്മുടെ കുരുന്നു മക്കൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമേ നടന്നു പോന്നിരുന്നുള്ളൂ ഓൺലൈൻ വഴി. പക്ഷേ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ സ്കൂൾ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ വേദികൾ ഉണ്ടായിരുന്നില്ല. അത് അവരെ മാനസികവും ശാരീരികവുമായ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയിരുന്നു. നമുക്കിന്ന് കാണാൻ സാധിച്ചു കുറേയേറെ കുരുന്നു മക്കളുടെ സന്തോഷങ്ങൾ. ഇർഷാദിയ കുടുംബം ഇന്നിവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തങ്ങളും നൂതനങ്ങളുമായ കാഴ്ചപ്പാടിലൂടെയുള്ള പദ്ധതികളാണ്, പരിപാടികളാണ്. ഒരു വിദ്യാലയത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളുടെ പാരൻസ് ആണ്. അവരുടെ കൂട്ടായ്മ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിറമനസ്സോടെ ഉള്ള പ്രവർത്തനങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്. ഫുഡ് ഫെസ്റ്റായും പായസമേളയായും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കാർവിംഗ്, അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ നൂതനമായ കാഴ്ചപ്പാടിലൂടെ വിശാലമായ ചിന്താഗതിയിലൂടെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കുരുന്നു മക്കളുടെ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഭാഗമായി ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ മക്കൾ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അവരുടെ പഠനത്തിനും അവരുടെ പുരോഗതിക്കുമുള്ള ഒരു ചവിട്ടുപടിയായി, ഒരു പാതയായി ഈ ഹയർ ഗ്രാജുവേഷൻ സെറിമണി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.